ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് സാധാരണ പരിപ്പ് വടയേക്കാളും നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞു പരിപ്പ് വടകളുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ട ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും ലഭിക്കുന്നത്. പരിപ്പ് വട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് കടലപ്പരിപ്പാണ്. ഇത് ആദ്യം വാഷ് ചെയ്ത ശേഷം ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ പരിപ്പ് വാഷ് ചെയ്ത ശേഷം ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കണം. രണ്ട് മണിക്കൂർ വരെ നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഒരു 2 hours ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ പരിപ്പെല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. വെള്ളം സ്ട്രെയിൻ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ വെള്ളമെല്ലാം സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് കുറച്ചായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. പരിപ്പ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. ഫുള്ളായി അരിഞ്ഞു പോവാതെ ഇതുപോലെ അരച്ചെടുക്കണം. ഇതിലേക്ക് ഇനി ചുവന്നുള്ളി കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 30ഓളം ചുവന്നുള്ളിയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ചുവന്നുള്ളിയെല്ലാം കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരു പീസ് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ പരിപ്പ് വടയാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ ചെറുതാക്കി ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയിട്ട് പെട്ടെന്ന് മൊരിഞ്ഞു വരും. ഇതുപോലെ ഓരോ പരിപ്പ് വടയും നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓയിൽ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഓരോന്നായിട്ട് എടുത്ത് ഇട്ട് കൊടുക്കാം. ചെറിയ പരിപ്പ് വടയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നന്നായി മൊരിഞ്ഞു വരും. ഒരു സൈഡ് നന്നായി മൊരിഞ്ഞു വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാ പരിപ്പ് വടയും ഒരു സൈഡിൽ നിന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇടയ്ക്ക് ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം മൊരിഞ്ഞു വരുമ്പോൾ ഇത് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. 2 സൈഡ് നന്നായി തന്നെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായി തന്നെ മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ പരിപ്പ് വടയെല്ലാം റെഡി ആയതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. സാധാരണ പരിപ്പ് വടയേക്കാളും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഒരു തവണയെങ്കിലും ഈ രീതിയിൽ പരിപ്പ് വട ഒന്ന് റെഡിയാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.